ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്നോ ജോലി ചെയ്തുകൊണ്ടോ പൂർത്തിയാക്കാം. ബാസ് സ്റ്റഡി സെന്ററിലൂടെ BA, BCom, BBA, PSW എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാനുവരി ഇഗ്നു ബാച്ചിലർ സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് എല്ലാവരും എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനിയും വളരെ ചുരുക്കം സ്റ്റുഡൻസ് ഇനിയും എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ അവര് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എക്സാം രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് സീറ്റ് അവൈലബിലിറ്റി ആണ്. ഇഗ്നു യൂണിവേഴ്സിറ്റി എല്ലാ ജില്ലകളിലും സ്റ്റുഡൻസിന് വേണ്ടി സീറ്റ് അവൈലബിൾ ആക്കുന്നുണ്ട് എങ്കിലും വളരെ കുറച്ച് സീറ്റാണ് എല്ലാ ജില്ലകളിലും ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് യൂണിവേഴ്സിറ്റി പ്രിഫറൻസ് കൊടുക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ മാക്സിമം പെട്ടെന്ന് സീറ്റ് അവൈലബിൾ ആക്കാൻ നോക്കണം. മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ എക്സാം സെന്റർ ഓൾറെഡി നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ എക്സാം സെന്റർ ഇതിൽ അവൈലബിൾ ആണ്. ഒരു കാരണവശാലും എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇഗ്നു പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാം സെന്റർ ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. യാതൊരു കാരണവശാലും എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന എക്സാം സെന്റർ തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്ന് യാതൊരു കാരണവശാലും ഇഗ്നു ഉറപ്പ് തരുന്നില്ല. അതിനോട് അടുത്തുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്തതോ ആയിരിക്കാം നിങ്ങൾക്ക് എക്സാം സെന്റർ ആയിട്ട് കിട്ടുന്നത്. അത് ഹാൾ ടിക്കറ്റ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ എക്സാം സെന്റർ കിട്ടിയത് കുറച്ച് ദൂരെയാണെങ്കിലും മാക്സിമം എക്സാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. എക്സാം ഫീ അടച്ചതിന് ശേഷം യാതൊരു കാരണവശാലും ഇഗ്നു യൂണിവേഴ്സിറ്റി അത് റീഫണ്ട് ആയിട്ട് നിങ്ങൾക്ക് തരില്ല. ഇപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് എക്സാം ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി എക്സാം എഴുതുന്നില്ല എങ്കിൽ കൂടെ അതിനുള്ള ഒരു റീഫണ്ട് ഓപ്ഷൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ എക്സാം ഫീസ് അടയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും സൈറ്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ബ്ലോക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിനെ സമീപിക്കാവുന്നതാണ്. നിങ്ങളുടെ പേയ്മെന്റ് റീഫണ്ട് ആയിട്ട് കിട്ടും. അല്ലാതെ എക്സാം ഫീ അടച്ചതിന് ശേഷമാണെങ്കിൽ അങ്ങനെ ഒരു റീഫണ്ട് ഓപ്ഷൻ നമുക്കില്ല. എക്സാമിന് 1 വീക്ക് മുൻപാണ് നമുക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഹാൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലും എക്സാമിന് പോകുമ്പോൾ ഹാൾ ടിക്കറ്റ് മറക്കാതെ എല്ലാവരും കീപ്പ് ചെയ്യണം. അതുപോലെ എക്സാം കഴിഞ്ഞാലും ഒരു കാരണവശാലും ഹാൾ ടിക്കറ്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഭാവിയിലെ എന്തെങ്കിലും അത്യാവശ്യം, അതായത് ഇപ്പോൾ എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്തോ അതുപോലെ എന്തെങ്കിലും പ്രാക്ടിക്കൽസ്, വൈവ, പ്രൊജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഹാൾ ടിക്കറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ യാതൊരു കാരണവശാലും ഈ ഹാൾ ടിക്കറ്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എനിവേ, താങ്ക്